ലാലേട്ടൻ ആരാധകരോടാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് നാളുകളായി കാത്തിരുന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധായകരുടെ കൂടെ നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്തുകൂടെ ലാലേട്ട എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളും പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ലാലേട്ട ഫ്രണ്ട്ഷിപ്സിൻ്റെ കൂടെ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. തുടരെ 2 ദിവസങ്ങളിലായി 2 സിനിമകൾ അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്. ഒന്ന് ജൂഡ് ആൻ്റണി ജോസഫിനൊപ്പം, മറ്റൊന്ന് അനൂപ് സത്യനുമൊപ്പം. കഴിഞ്ഞ ദിവസമാണ് അനൂപ് സത്യനുമൊപ്പം ഒരു സിനിമ താൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞത്. ആശ്രവ സിനിമാസിനൊപ്പം ബിനു ജോർജ് അലക്സാണ്ടറും കൂടി ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയെ എത്തുന്നു. ഒരു കോമഡി ത്രില്ലർ ജോണറിലാണ് ഈ സിനിമ എത്തുക എന്നത് അനൂപ് സത്യൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലാലേട്ടൻ ഹൃദയപൂർവ്വത്തിന് ശേഷം സിംഗ് സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സിനിമയും കൂടിയായിരിക്കും ഇത്. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. ജൂഡ് ആൻ്റണി ജോസഫും മോഹൻലാലും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അതായിരുന്നു ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ്. അതിലും ലാലേട്ടൻ റെഡ് ടീഷർട്ട്, അനൂപ് സത്യൻ്റെ പടത്തിലും റെഡ് ടീഷർട്ട്. അതായത് ഇത് രണ്ടും ഒരുപക്ഷെ ഒരു ദിവസം തന്നെ എടുത്തതായിരിക്കാം. പെട്ടെന്നാണ് ലാലേട്ടൻ സിനിമകൾ അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ടറായി മാറി. നാളെ ഇനി പുതിയ സംവിധായകൻ ആരാണ് എന്നത് സംബന്ധിച്ച് ധാരണയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഓരോ തവണയും ഓരോ സംവിധായകർക്കൊപ്പം ലാലേട്ടൻ ഓരോ സിനിമകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ കത്താറുണ്ട്, വലിയ രീതിയിൽ ചർച്ചയാവാറുമുണ്ട്. ഇപ്പോൾ വിഷ്ണു മോഹനുമായിട്ടുള്ള L367 എന്ന സിനിമയായാലും, ഇപ്പോൾ തരുമൂർത്തിയായിട്ടുള്ള അതിമനോഹരത്തിൻ്റെ സിനിമയുടെ അനൗൺസ്മെൻറ്റ് സമയമായാൽ പോലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സിനിമയായാൽ പോലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനൂപ് സത്യൻ്റെ സിനിമയായാലും, അതിന് മുന്നേ ദിലീഷ് പോത്തിൻ്റെ സിനിമയായാലും, ഒരു പക്ഷേ ജിത്തു മാധവനുമായിട്ടൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് ലാലേട്ടൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞതാവട്ടെ, ഷാഹി കബീർ ആവട്ടെ ലാലേട്ടനുമായിട്ടൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്തു എന്ന് പറഞ്ഞതാവട്ടെ, ഇങ്ങനെ പല ന്യൂജൻ സംവിധായകർ അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രിയേറ്റീവായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് തെളിയിച്ച സംവിധായകർ, ഇവരൊന്നും ലാലേട്ടനുമായിട്ട് സൗഹൃദം പുലർത്തുന്നവരല്ല. ലാലേട്ടനെ ഒരു ഐഡൽ ആയിട്ട് കാണുന്ന ആളുകളാണ് ഈ സംവിധായകരൊട്ടാകെ തന്നെ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്ന് മാറി ജനങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫാൻസിന് വേണ്ടത് ആരുടെ കൂടെ പ്രവർത്തിക്കാനാണ് ആഗ്രഹം എന്നുള്ള അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തൻ്റെ കരിയർ അതനുസരിച്ച് ഷേപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ലാലേട്ടനെയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ആണെങ്കിൽ നമ്മളിങ്ങനെ കാണില്ല. ഒരുപക്ഷെ തുടക്കം എന്ന ചിത്രത്തിൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് ലാലേട്ടൻ പറഞ്ഞ വാചകവും അത് തന്നെയാണ്. ഞാൻ കുറച്ച് നാളുകളായി പലരും പറയുന്നത് കേട്ടുകൊണ്ടാണ് ജീവിച്ചത്, ഇനി ഇങ്ങനെ കേൾക്കുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നത് തൻ്റെ കരിയർ ഉൾപ്പെടെയുള്ള ഡെസിഷൻ ചേഞ്ചസ് ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ പ്രസക്തമാണ്. കാരണം ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ സോണിൽ നിന്നുകൊണ്ട് സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് വേറെ. അങ്ങനെ ഒരു തരത്തിലുമുള്ള ബന്ധമില്ലാതെ സിനിമ, കരിയർ, സ്ക്രിപ്റ്റ് അത് മാത്രമായിട്ട് സിനിമകൾ ചെയ്യുന്നത് വേറെ. അതാണ് ആരാധകർക്ക് വേണ്ടത്. സിനിമകൾ ചെയ്യുന്ന സമയത്ത് ആ കോമ്പിനേഷൻ വർക്കായാൽ അത് ഫ്രണ്ട്സ് ആണെങ്കിലും ആളുകൾക്ക് കുഴപ്പമില്ല. ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രം സിനിമകൾ ചെയ്യണം, പക്ഷെ അതൊന്നും ബോക്സ് ഓഫീസിൽ വർക്കാവാതെ വരുമ്പോഴാണ് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വരുന്നത്. ഈ ചോദ്യം കുറേ നാളുകളായിട്ട് മോഹൻലാലിൻ്റെ മുന്നിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അത് കേട്ടിട്ടാവാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് മോഹൻലാൽ എത്തുകയും ചെയ്യുന്നത് എന്ന് വേണം തന്നെ പറയാൻ. അങ്ങനെ സൗഹൃദങ്ങൾക്കൊരു വില, അത് കരിയറിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു ചിന്ത മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് എന്ന് വേണം തന്നെ പറയാൻ. ഒരുപക്ഷെ ഈ അനൗൺസ് ചെയ്ത 2 പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ഇതുപോലുള്ള ആളുകൾ, അതായത് പ്രേക്ഷകരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ചില സംവിധായകരുടെ സിനിമകളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സത്യനന്ദിക്കാട് യൂണിവേഴ്സിൽ നിന്ന് മാത്രമായിട്ട് അനൂപ് സത്യം വരുമ്പോഴേക്കും അനൂപ് സത്യം തെളിയിച്ച ഡയറക്ടറാണ്. പാച്ചുവും അത്ഭുത വിളക്കായാലും സർവ്വമായാലും തിയേറ്ററിൽ വലിയ വിജയമായി മാറിയ സിനിമകളാണ്. പാച്ചുവിനേക്കാൾ കൂടുതൽ സർവ്വമായ ഓടിയെന്ന് വേണം തന്നെ പറയാൻ. അപ്പോൾ ആ തിയേറ്റർ കളക്ഷൻ മാത്രമല്ല, അത് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കുന്ന ഡയറക്ടേഴ്സിനൊപ്പം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊപ്പം മോഹൻലാൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് മോഹൻലാൽ ആരാധകർ ഇന്ന് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത്. ആ നിരാശപ്പെടേണ്ടി വരണ്ട എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻസ് അവിടെ സെറ്റാണെന്നുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കോമ്പിനേഷൻസിലുള്ള ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ മോഹൻലാൽ റെഡി ആകുന്നുണ്ട് എന്നുള്ളത് വേണം തന്നെ പറയാൻ. അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കിട്ടുന്നില്ലായിരുന്നു. ആ കിട്ടാതെ വരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ബാക്ക്ലാഷിങ്ങും, എന്തിനാണ് ഇയാൾക്ക് വീണ്ടും ഡേറ്റ് കൊടുക്കുന്നത്, ഈ സംവിധായകനുമായിട്ട് എന്തിനാണ് ലാലേട്ടൻ വീണ്ടും വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഇത്രയും പരാജയങ്ങൾ തന്ന സംവിധായകനോടൊപ്പം ഇനി എന്തിനാണ് വർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള അമർഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്ന സംവിധായകൻ, ഒരു പക്ഷേ ആളുകളുടെ ഉള്ളിലേക്കൊരു ഒരു ഭൂം ക്രിയേറ്റ് ചെയ്ത ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ കൂടെ ഇപ്പോൾ ലാലേട്ടൻ വർക്ക് ചെയ്യുമ്പോഴേക്കും സിനാരിയോ ഡിഫറൻ്റ് ആണ്. അപ്പോഴും ബോക്സ് ഓഫീസ് കളക്ഷൻ ഇത് 100 കോടി കയറുമെന്ന് ഉറപ്പിക്കുന്നതല്ല, പക്ഷേ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ റെഡി ആവുന്നുണ്ട് എന്നുള്ളത് വരുമ്പോൾ തന്നെ ഫാൻസ് ഹാപ്പിയാണ്. അതിൻ്റെ ഒരു തുടർ ചലനം എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം ജൂഡ് ആൻ്റണി ജോസഫിന് ശേഷമുള്ള ഇപ്പോൾ അനൂപ് സത്യനുമായിട്ടുള്ള പ്രോജക്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.